Hey guys, welcome back to my brand new vlog guys. അങ്ങനെ അമ്മേൻ്റെ വീട്ടിലെത്തിയിട്ടോ. അമ്മേൻ്റെ വീട്ടിലെത്തിയിട്ട് വീട് ഞാൻ ലാസ്റ്റ് കാണിച്ചിട്ട് അതല്ല കാര്യം. ഞാനിങ്ങനെ നടക്കാൻ ഇങ്ങനെ ഇറങ്ങിയ കേട്ടോ. പല്ലൊക്കെ തേച്ച് ഞാൻ രാവിലെ ബാത്റൂം പോയി എണീറ്റ് ഞാൻ പല്ലേക്കാൻ വേണ്ടിയിട്ട് എണീറ്റ് എപ്പോഴും അറിയോ. ഞാൻ ബാത്റൂം പോയി വേണ്ടിയിട്ട് പല്ലൊക്കെ എണീറ്റ് ഒരു 11 മണി. ഇപ്പോൾ ഒരു 11:45 ആയിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു 11:45 ആയിട്ടുണ്ടാവും. ഞാനും പിന്നെ നന്ദുകൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അതാ ഞാൻ പറഞ്ഞ കാരപ്പുഴേൻ്റെ ഭാഗം ഉണ്ടോ. അവിടെ നിന്ന് ഇങ്ങനെ ഉണ്ടല്ലോ. ആ കഴിഞ്ഞ കൊല്ലം അതിന് പിറ്റത്തെ കൊല്ലമൊക്കെ വന്നപ്പോൾ ഇങ്ങനെ ഞങ്ങൾ അതിൽ കൂടെ നടന്നു പോയിട്ട് ആ മുളല്ലേ അതിൻ്റെ അപ്പുറത്ത് കൂടെ അവിടെ നിന്നും കുറേ നടന്നു പോയി. ഇതൊക്കെ ഇതിൽ കൂടെ പോയാൽ ഞങ്ങൾ ഇതിൽ കൂടെ വന്ന കേട്ടോ. ഇങ്ങനെ പോകും. അത് അവിടെ ഏതോ ഒരു കിളിയുണ്ട്, കാണിച്ചില്ല. കണ്ടോ ഒരു നീല കുറെ താമരേൻ്റെ ഇലയൊക്കെ ഇങ്ങനെ പൊന്തി കിടക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ ഒരു റോസ് താമരയല്ല ആമ്പലാണുണ്ടോ, അതൊക്കെ ആമ്പല. അങ്ങ് റോസ് കാട്ടുണ്ടോ അവിടെ, റോസ് അതൊക്കെ ആമ്പലാണ്. താമരേൻ്റെ ആണ് ഈ വലിയ നല്ല കളറുള്ള ഇല. ഞങ്ങൾ രണ്ടാളെ ഇപ്പോൾ പോകണുള്ളൂ. ബാക്കിയെല്ലാവരും എങ്ങോട്ട് കളിക്കാൻ പോയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് നേരമായി എണീറ്റുകൊണ്ട് അവരൊക്കെ നേരത്തെ എണീറ്റിരുന്നു. ഞാൻ കണ്ടിരുന്നു എണീക്കണൊക്കെ. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കണ്ണോട് നോക്കിയപ്പോൾ അവരൊക്കെ എണീക്കണ കണ്ടിരുന്നു. അവരെല്ലാവരും കളിക്കാൻ പോയിട്ടുണ്ട്. ഞങ്ങൾ രണ്ടാളുണ്ട് ഇങ്ങനെ നടക്കാൻ പോകണം. എനിക്ക് ഇവിടെ വഴിയൊക്കെ അറിയാം. ഞാൻ കുറേ വട്ടം ഇതിൽ കൂടെയൊക്കെ വന്നിട്ടുണ്ട്. ഇതുണ്ട് ഇവിടെ ഒരു മാവുമരം ഉണ്ട്. ഈ കാണുന്ന മാവുമരം കണ്ടോ. ഈ കാണുന്ന മാവുമരത്തൊക്കെ ഞാൻ കുറേ വട്ടം ചെറുപ്പതല്ല കുറച്ച് കാലം മുന്നേ വെച്ചാൽ കുറച്ച് കൊല്ലം മുന്നേ ഈ മരത്തിൻ്റെ മേലൊക്കെ കയറി കളിച്ചതാ. ഈ മരത്തിൻ്റെ മേലെ ആ ഭാഗത്തായിട്ട് ഒരു കട ഉണ്ടല്ലോ. ആ ഭാഗത്തായിട്ട് ഒരു കട ഉണ്ട്. അന്ന് ഉച്ചാറിൽ നടക്കുക എന്തോ അവളെ വലിയ ബിൽഡിങ് എന്തൊക്കെയോ കിട്ടുന്നുണ്ടല്ലോ. മറ്റേ റിസോർട്ട് എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമല്ലേ. അവിടെ കട പറഞ്ഞാണെങ്കിൽ 5 രൂപയ്ക്ക് ഇത് കഴിക്കായിരുന്നു. തുറന്നോ? ഇവിടുത്തെ കടയൊന്നും ഇല്ല. ഇതൊക്കെ ഇവിടെ തന്നെ ഒരു കട ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഭാഗത്തായിട്ട് ഒരു ചെറിയ തട്ടുകട പോലത്തെ ചെറിയ കട, അതൊക്കെ പൊളിച്ച്. നടക്കാൻ പോവാ. അതിന്റെ നമ്മൾ ഇറങ്ങി തിരിച്ചേ. അതിനെന്താ ഹായ്. ഇവിടെ ആയിട്ട് ഒരു കുളിക്കടവ് ഉണ്ട് കേട്ടോ. ഇവിടെ ആയിട്ട് കുളിക്കടവ് ഉണ്ട്. അവിടെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങോട്ട് ഇറങ്ങി ഒന്ന് കാണിച്ചാലായിരുന്നു. അവിടെ ആരെങ്കിലും ഉണ്ടോ? നോക്കി നോക്കാം. അവിടെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്തോന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് അവിടെ ഒരു നടന്നിട്ട് കുറച്ച് ദൂരം നടന്നിട്ട് നമുക്ക് തിരിച്ചു വരുമ്പോൾ കുളിക്കടവ് കയറിയൊന്നും ഞാൻ കാണിച്ചില്ല. അവിടെ ഞാൻ പണ്ട് നീന്തിയാണ്. ഇപ്പം എനിക്ക് നീന്താൻ തോന്നുന്നില്ല, വെള്ളത്തിൽ നീന്താൻ തോന്നുന്നില്ല. ഇപ്പം നടന്ന് പകുതി എത്തിയിരിക്കണ്. ചളിയായിരിക്കൂല ആ ഭാഗത്തൊക്കെ. ഒരു 2 ആമ്പല വർഷമാക്കാം. അവിടെ ചളി ഉണ്ടാവട്ടോ. അതൊക്കെ അവിടെ ഒരു മരം മുങ്ങി കിടക്കണേ. എല്ലാം നിശബ്ദത അല്ലേ. അവിടെ എന്ത് കുറേ മുള്ളു പോലെ പൊന്തി കിടക്കണേ. നോക്കി അറിഞ്ഞ് കാണില്ല. അത് ഞാൻ അതെങ്ങോട്ടാ? അതൊക്കെ അവിടെ മൊത്തം മറ്റേ നല്ല എന്താ സിനിമയിൽ കാണുന്ന കാട് പോലെ ഉണ്ടല്ലോ അതൊക്കെ അല്ലേ. കൂടെ ഇറങ്ങിയിട്ട് ആ ഭാഗത്തല്ലേ വന്നേ. അത് അപ്പുറത്തെ ദ്വീപാണ്. നമ്മുടെ ഇപ്പുറത്തെ ഭാഗത്താ അല്ലേ. അത് വേറൊരു ദ്വീപ് പോലെ.
ഇനി ഞങ്ങളെ ഇവിടുന്ന് കയറട്ടെ. അവരൊക്കെ എവിടെ പോയിന്ന് അറിയില്ല. അവര് കളിക്കാൻ പോയതാണ്. എങ്ങോട്ട് കളിക്കാൻ പോയെന്ന് എന്തോ ഒരു പേര് പറഞ്ഞു, അത് എനിക്ക് അറിയില്ല എവിടെയാണ്. ഇപ്പൊ ഈ ദ്വീപ് ഉണ്ടല്ലോ, ഞങ്ങൾ നിൽക്കുന്ന ഭാഗം, ഞങ്ങൾ ഇന്നലെ വന്ന് മെയിൻ റോഡിന്റെ ആ ഭാഗത്ത് കൂടെ ഇങ്ങനെ താഴേക്ക് വന്നാലും മേലേക്ക് വന്നാലും നേരെ പോയിട്ട് ആ റോഡിൽ തന്നെ എത്തും. അങ്ങനെ വെച്ച് കറങ്ങി ഫുള്ള് ഒരു റൗണ്ടാണ്, റൗണ്ട്. ഇതിൽ കൂടെ നേരെ പോയാലുണ്ടല്ലോ, ഇതിൽ കൂടെ നേരെ പോയാൽ തിരിച്ച് നമ്മളെ വീട്ടിലേക്കും പോവാം, പിന്നെ ആ റോട്ടിലേക്കും പോവാം. ഇതിൽ കൂടെ നേരെ പോയാൽ തിരിച്ച് വീട്ടിൽ പോവാം. വീട്ടിൽ പോകണമെങ്കിൽ ഇതിൽ കൂടെ വന്നത്, ഇതിൽ കൂടെ ഞങ്ങൾ വന്നത്, ഇതിൽ കൂടെ പോയാലും നേരെ വീട്ടിൽ പോവാം. പക്ഷെ റോഡ് പറഞ്ഞാൽ ഇതിപ്പോൾ ഇവിടെ വീടാണെങ്കിൽ ഇങ്ങനെ ഒരു റൗണ്ടിലാണ് വരുന്നത്. പിന്നെ ഇങ്ങോട്ട് റോഡ്, പിന്നെ ഇങ്ങോട്ട് ഇങ്ങനെ ഒരു റൗണ്ടിലാണ് ഈ സ്ഥലം വരുന്നത്. ഓ, ഇവിടേക്ക് വീടൊക്കെ വരാൻ പോടാ. അങ്ങനെ വെയിലെടുത്ത് ഞങ്ങൾ അത്രയും നടന്ന് നമ്മളെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇവിടുന്ന് ഒരു കയറ്റം കയറി നമ്മളെ അവിടെ നിന്ന് താഴ്ക്കിറങ്ങണം. ഒരു കയറ്റം കയറിയിട്ട് അവിടെ നിന്ന് താഴ്ക്കിറങ്ങണം. കയറ്റത്തിൻ്റെ പകുതി എത്തിയിട്ടുണ്ട്. നന്നത് കൂടെ നിൽക്കണോ? ആ കാണുന്ന കയറ്റം കയറിയിട്ട് അവിടെ നിന്ന് നേരെ കറങ്ങി ആ ഭാഗത്തായിട്ടാണ് ഇതല്ല വീട്. ഇതിൽ കൂടെ വേറെ റോഡ് ഉണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് വേറെ കുറേ വീടുകളുണ്ട്, പിന്നെ റോഡുണ്ട്. ആ കാണുന്ന മലയൊക്കെ നോക്കി എത്ര രസമോ. ഈ കയറ്റം കയറി പകുതി എത്തുമ്പോണ്ടല്ലോ, ഇവിടെ മേലോട്ട് റോഡ്, മറ്റേ വണ്ടിയും ബസ്സും അങ്ങോട്ട് പോകുന്ന റോഡ്. അവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് പോയാലാണ് വീട്ടിലേക്കുള്ള റോഡ്. അയ്യോ, കണ്ടോ? ആ ഭാഗത്തായിട്ടാണ് അമ്മായിൻ്റെ വീടുള്ളത്. ആ ഭാഗത്തായിട്ട് ഞാൻ കാണിച്ചല്ലോ, അതുണ്ടോ? അത് ചെയ്താൽ ഞാൻ ഐസ് നോക്കി. നമ്മളെ സ്ഥലം ഫുള്ള് മലയും കിടക്കല്ലേ. ഇവിടെ മലയുണ്ട്, കാടുണ്ട്, വെള്ളമുണ്ട്. നമ്മുടെ വീട് എത്താനായിട്ടാ. ഇത് അവിടെ അടുത്ത് വീട് എത്താൻ ഒരു കയറ്റില്ല, കുറച്ച് കല്ലൊക്കെ വെച്ചിട്ട് സ്റ്റെപ്പ് പോലെ ഉണ്ട്. അത് കയറി കഴിഞ്ഞാൽ നേരെ വീട്. ഇവിടെ സൈക്കിൾ ഉണ്ടല്ലോ, അതെ സൈക്കിള്. യോ, ഇതാണ് അമ്മായിൻ്റെ വീട് കേട്ടോ. തൊട്ടപ്പുറത്ത് ആ ഭാഗത്തായിട്ട് റിസോർട്ട് ഉണ്ട്. ആ ഭാഗത്തായിട്ട് ഒരു റിസോർട്ട് ഉണ്ട്. ആ ഭാഗത്തായിട്ട് അങ്ങോട്ട് നമുക്ക് റിസോർട്ടിലേക്ക് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. അപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് റിസോർട്ട് ഒന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ചോറ് കഴിച്ചിട്ട് നേരെ പോവാണ് മറ്റേ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള റിസോർട്ട് കിട്ടും. അതാണ് ഞാൻ റിസോർട്ട് ഞാൻ കാണിച്ചു തരാം. അതാണ് റിസോർട്ട്. വാവ്, വാ. ഈ മോലിൽ ചാർജ് കൂത്താൻ പറ്റും. ആ അടിപൊളി. ഇവിടെ ഇരിക്കാനുണ്ട്. 3 ആൾ അവിടെ ഇരിക്കുന്നുണ്ട്. ഇതവിടെ ബെഡിൻ്റെ ഉള്ളിൽ ബാത്റൂം ഉണ്ട്. ഈ ഭാഗത്ത് കിച്ചണുണ്ട്. കിച്ചൺ ഇതാണോ ഇതില്ലേ? വീടിന് തൊട്ടപ്പുറത്തേനെ ആയിക്കൊണ്ടില്ലേ, ഇങ്ങോട്ട് എപ്പോഴാണെങ്കിൽ വരാൻ പറ്റട്ടെ. അപ്പോൾ രാത്രി ഇങ്ങോട്ട് അങ്ങനെ വരാറില്ല, ആരും ഇങ്ങോട്ട് വരാറില്ല. പിന്നെ എപ്പോഴെങ്കിലും ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടൊക്കെ വരാം. ഇവിടെ കുറച്ച് ഇരിക്കുക, അവിടെ കുത്തി വെച്ചിട്ട് മൊബൈലിൽ കുത്തി വെച്ച് ഇതേപോലെ ഗെയിമൊക്കെ കളിക്കുക. എന്നിട്ട് പുറത്ത് നല്ല വ്യൂ ഒക്കെ കണ്ടിട്ട് ഇവിടെ നല്ല അടിപൊളിയായിട്ട് ഇരിക്കുക. അവിടെ ബെഡ് സാധനങ്ങളൊക്കെ ഉണ്ട്. നീ എന്താ ഞാനവിടെ നിന്ന് ഇറങ്ങുക. അല്ല, കുറെ നേരം ഇവിടെ നിന്നിട്ട് പിന്നെ എന്താവണം. ഞാൻ വീട്ടിൽ കൊണ്ടുപോയി മൊബൈൽ കുത്തിയാട്ടെ, തീരെ ചാർജില്ല. എന്നിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വേണം ചൂണ്ടരാൻ പോകണമെങ്കിൽ. ഞങ്ങൾ ചൂണ്ടരാൻ പോയിട്ട് അപ്പോൾ അവിടുന്ന് റിസോർട്ടിൽ നിന്ന് തായ്ക്ക് ഇറങ്ങിയപ്പോൾ ഉണ്ടല്ലോ, എന്താ പറയുക, മൊബൈൽ തീരെ ചാർജ് ചെയ്യണമല്ലോ. എന്നിട്ട് ഞങ്ങളെല്ലാവരും ചൂണ്ടരാൻ പോയി. ഇതാ ആ ഭാഗത്തായിട്ട് ചൂണ്ടരാൻ പോയി. ഇവനൊരു വരാലിൻ്റെ കുട്ടീനെ കിട്ടിയില്ല. അതെന്താക്കി? അപ്പോൾ കളഞ്ഞില്ല. ഇതെല്ലാവരും ഉണ്ട്. മേത്തേക്ക് ചളിയായിട്ട് ഇതാ കുളിക്കാൻ പോകുന്നത്. അവിടെ കാരപ്പുഴ ആ ഭാഗത്ത് കുളിക്കടവുണ്ട്, അവിടെ കുളിക്കാൻ വേണ്ടിയിട്ട് പോവാങ്ങളെ. നല്ല സൺസെറ്റ്, അതൊക്കെ നല്ല ടൈമിങ്, നല്ല സൺസെറ്റ്. ഓ, ഏതാ നോക്ക്. ക്ലിയർ റൗണ്ടിലായി കുളിക്കടവ് എത്തി ഗൈസ്. ഇതാണ് ഞാൻ ഉച്ചയ്ക്ക് ഇങ്ങോട്ട് കാണിച്ചു തരാന്ന് പറഞ്ഞ കുളിക്കടവ്. നന്ദൊക്കെ ഫ്രണ്ടിൽ ഓടി പോയിക്കണേ. ഇപ്പൊ വീണേനെ.
ഭാഗത്തിന് അങ്ങോട്ടൊന്ന് പോയ വേഗം അങ്ങനെ ഞാൻ ഉദ്ഘാടനം ഇറങ്ങിക്കോ ഇറങ്ങിക്കോ പൊട്ടാ ഞങ്ങളിപ്പോ ഉണ്ടല്ലോ കാരപ്പുഴന്റെ ഈ ഭാഗത്ത് നോക്കി കുളിക്കടവ് ഈ ഭാഗത്തായിട്ട് ഞങ്ങൾ കുളിക്കാൻ പോകട്ടോ. ഫസ്റ്റ് നന്ദ ഇറങ്ങിയിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ടാണ് എന്റെ ഇറക്കല്ല ഇവനെ ഇറങ്ങണ്ട്. ഇതാ ശരണ ഇറങ്ങണ്ട്, അത് ആദ്യം നന്ദ ഇറങ്ങി, പിന്നെ ശരണ ഇറങ്ങി, പിന്നെ ആരും ഇറങ്ങണേ, പിന്നെ അവിടെ നിന്ന് ആരെങ്കിലും ഒക്കെ ഇറങ്ങിക്കോളും. അവിടുത്തെ സണ്ണ് പോയി, സൂര്യൻ പോയി. നമ്മളിനി ഇറങ്ങാൻ പോകട്ടോ. ഇറങ്ങി എത്ര ആയുണ്ടാവുന്നൊന്നും അറിയില്ല. ഇറങ്ങി നിങ്ങള് ഇറങ്ങില്ലേ? ഇപ്പൊ കേറല്ലേ? ഇപ്പൊ എല്ലാരും കുളി കഴിഞ്ഞിട്ട് ഇവിടെ കുളിച്ച് ഞാൻ കുറച്ച് കാലം മുന്നേ വന്നിട്ട് ഇവിടെ കുളിച്ചു കേട്ടോ. ഇതിനിട്ട് ഇപ്പോഴാണ് ഒരു ചാൻസ് ആയിട്ട് ഞാൻ ഇവിടെ കുളിച്ച് കഴിഞ്ഞു. എല്ലാവരും കുളിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ ഇവിടെ വീട്ടിൽ പോകാൻ വേണ്ടി കേട്ടോ. അപ്പൊ നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിക്കുന്നില്ല, ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാം, മാക്സിമം സപ്പോർട്ട് ചെയ്യാം. നാളെ അടുത്ത വ്ളോഗായിട്ട് നാളെ കാണാം. എല്ലാവരും കം ടാറ്റാ.